Hi friends, എല്ലാവർക്കും സുമാക്കി കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബനാന ഫ്രൈ, പഴം പൊരിച്ചത് അല്ലെങ്കിൽ പഴംപൊരി എന്നോ അങ്ങനെ എന്തായാലും പഴംപൊരിയുടെ ഒരു ഇതാണ്. പഴംപൊരി എന്ന് പറയാം, പഴം പൊരിച്ചെന്ന് പറയാം, അത് നിങ്ങളുടെ താല്പര്യം പോലെ ഏത് പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക. ഇത് ഞാൻ ഒരു പഴം ഹാഫായിട്ട് മുറിച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പഴം മുഴുവനോടെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വലിയ രീതിയിലായിട്ടും കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഞാനിവിടെ ചെറിയ വട്ടത്തിൽ ചെറുതായിട്ട് അങ്ങനെയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഒരു ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആക്കി വെച്ചതാണ്. ഇത്തിരി വലുപ്പത്തിലൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ പഴംപൊരിക്കൊക്കെ അരിയണ പോലെ അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഒന്നിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. പഴംപൊരിയുടെ രീതിയിൽ ഉണ്ടാക്കണം ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കാം. ഇത് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒരു ഈസി ആയിട്ട് അവർക്ക് പറക്കി കഴിക്കാവുന്ന രീതിയിൽ ഞാനിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പക്ഷേ വല്ലാണ്ട് നൈസായിട്ട് അരിയരുത്, ഇത്തിരി കട്ടിക്ക് അരിഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ അരിഞ്ഞ് എടുത്തിരിക്കുന്ന നേന്ത്രപ്പഴമാണ്, അത് പഴുത്ത പഴമാണ്. ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെയാണ് പ്രോസസ്സ്. പഴം പൊരിച്ചെന്ന് പറഞ്ഞാൽ പഴംപൊരി തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൈദയല്ല കേട്ടോ. സാധാരണ പഴംപൊരിക്ക് മൈദ ചേർക്കും, പക്ഷെ ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു പഴം പൊരിച്ചതാണ് ഉണ്ടാക്കുന്നത്. അതായത് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിലേക്കൊരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യം കുറച്ച് നമുക്ക് ഈ പഴംപൊരിയുടെ ബാറ്ററിന് ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു കളറിനാണ് മഞ്ഞൾപ്പൊടി നുള്ളു ചേർക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിറ്റഡ് ഫുഡ് കളർ ഉണ്ട്, അത് നിങ്ങൾക്ക് ചേർക്കാം. അത് നിങ്ങൾക്ക് ഓറഞ്ചോ യെല്ലോ ഏതാ കളർ താല്പര്യം വെച്ചാൽ നിങ്ങൾക്ക് പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളർ ഉണ്ട്, അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടി, അരിപ്പൊടി, ഉപ്പ്, പഞ്ചസാര, അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് തിക്കായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസി വേണം, അതായത് പഴത്തിലൊന്ന് പിടിക്കണം ഈ മാവ്. അതിനനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു തിക്ക് ബാറ്റർ ഉണ്ടാക്കുക.
അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഒരു ചെറിയ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി കണ്ടോ? ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്തപ്പോൾ മധുരം ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടിയും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഓക്കെ. ഇനി ടീസ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 9 അല്ലെങ്കിൽ 12 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിൻ്റെതനുസരിച്ച് ചേർക്കാം. ടീസ്പൂൺ കണക്കാണെങ്കിൽ 9 അല്ലെങ്കിൽ 12 ടീസ്പൂൺ. ടേബിൾ ടീസ്പൂണിൻ്റെ കണക്കാണെങ്കിൽ 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ. ഓക്കെ. അത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ ഒരു ബാറ്ററിന് ഇത്തിരി ചെറിയൊരു മധുരം ഉണ്ടാവും, നല്ലൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മളിതിൽ ഒരു സംഭവം കൂടി ചേർക്കുന്നുണ്ട്, അതായത് എള്ള്, കറുത്ത എള്ള്. അപ്പോൾ നമുക്ക് കറുത്ത എള്ളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറുത്ത എള്ളും കൂടി ചേർക്കാം. എള്ള് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്, അപ്പോൾ അത് കുറച്ചും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ കറുത്ത എള്ളും കൂടിയും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഒരു പ്രത്യേക ആ എള്ളും കൂടി ഫ്രൈ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ഹെൽത്തിയാണ് ഈ എള്ള്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താലും മതി, ഒരു നുള്ള്. അപ്പോൾ ഞാനൊരു നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാണ്. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്, അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്, പഞ്ചസാര ചേർത്തിട്ടുണ്ട്, പിന്നെ കളറിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ എള്ള് ചേർത്തിട്ടുണ്ട്, കറുത്ത എള്ള് ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ നന്നായിട്ട് വെള്ളമൊഴിച്ച് ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പഴം ഇതിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ കടായിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പഴം എടുക്കുക. പഴം എടുത്തിട്ട് നമ്മൾ ഈ ബാറ്ററിൽ മുക്കുക. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ക്യാമറയും കൂടി ഒന്നിച്ചാവുമ്പോൾ കാണിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചൂടായ എണ്ണയിലേക്ക് ഇടുക. പഴം എടുത്തിട്ടുണ്ട്, ബാറ്ററിൽ മുക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി ബനാന ഒന്ന് ഫ്രൈ ചെയ്ത് വരണം. അപ്പോൾ രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ പഴം പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്ക് ബാക്കിയുള്ള പഴം കൂടി ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ പഴം പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുക. ഇപ്പോൾ നോമ്പ് തുറക്കല്ലേ, അപ്പോൾ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതുപോലെ തന്നെ മഴക്കാലത്തും കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുക. ഇത് നമ്മൾ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ, സെയിം ആണ്. പിന്നെ നമ്മൾ കുറച്ച് എള്ളിട്ടു, അത്രേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം, വേറെ ഒന്നുമില്ല. നമ്മൾ ഗോതമ്പ് പൊടിയും എള്ളുമാണ് ഇതിൻ്റെ വ്യത്യാസമായിട്ട് വരുന്നത്. നമുക്ക് മൈദയിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കില്ലേ, അതിന് വേറൊരു രീതിയിൽ ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി നല്ലൊരു ഡിഷസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. Tissue.